വി കെ സനോജ് LDF-ന്റെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. എം സ്വരാജിന്റെ പേരും കേൾക്കുന്നുണ്ട്. എം സ്വരാജ് ഇവിടുത്തുകാരനാണ്, അദ്ദേഹം ആയിരിക്കോ കാൻഡിഡേറ്റ്? അല്ല, ആര് എന്നതിൽ വ്യക്തത വരാൻ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി യോഗവും അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗവുമെല്ലാം ചേർന്ന് 30-ന് ശേഷമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അപ്പോൾ ആര് എന്നത് അതിൻ്റെ നേതാക്കന്മാർ ആ ഘട്ടത്തിലാണ് പുറത്ത് പറയുക. പക്ഷേ എം സ്വരാജ് ഉൾപ്പെടെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഗൗരവം അത് നേരത്തെ തന്നെ ഇടതുമുന്നണി കാണുന്നുണ്ടല്ലോ. ഭരണ തുടർച്ച എന്ന 3-ാം വട്ടവും പിണറായി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അതിന്റെ ഒരു ടെസ്റ്റായി മാറുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണോ ഇത്? അല്ല, സ്വരാജിന്റെ പേര് മാത്രമല്ല, സ്വരാജ് ഉൾപ്പെടെയുള്ള നിരവധി CPM-ന്റെ നേതൃത്വം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വരാജ് ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വരാജ് സ്ഥാനാർത്ഥിയാവും എന്നല്ല, സ്വരാജ് ഉൾപ്പെടെ പാർട്ടി ചുമതലയുടെ ഭാഗമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വരാജിന്റെ നാട് കൂടിയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതുകൊണ്ട് ആമുഖമായി ചോദിച്ചതേ ഉള്ളൂ. പ്രതി നിലമ്പൂരായതുകൊണ്ട്, സ്വരാജ് ഇവിടുത്തുകാരനായതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതിൽ ഒരു ദുഷ്ചിന്തയോടുകൂടിയല്ല, ചർച്ച ചെയ്യപ്പെടുന്ന പേര് എന്ന നിലയിൽ ചോദിച്ചേ ഉള്ളൂ. എങ്ങനെയാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയത്തെ ഇടതുമുന്നണി നോക്കിക്കാണുന്നത്? 3-ാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ എത്രത്തോളം പ്രധാനമാണ് നിലമ്പൂർ എന്ന ചോദ്യമാണല്ലോ ഇപ്പോൾ PV അൻവർ അത് സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചാണല്ലോ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ അൻവർ ഉന്നയിച്ച വിഷയം ഉൾപ്പെടെ എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാകും? എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണ് എന്നതാണ് നിങ്ങളുടെ ഒരു അസസ്മെന്റ്? അല്ലേ, ഒന്നാമത്തെ കാര്യം, ഈ അൻവർ ഉന്നയിച്ച വിഷയമൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അൻവർ ഉന്നയിച്ച വിഷയം അൻവറിന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് സംശയമാണ്. അപ്പം അൻവർ ഓരോ ഘട്ടത്തിലും പല പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് അൻവർ എങ്ങനെയാണ് തിരുത്തിയത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ അൻവർ അല്ല ഇന്നത്തെ അൻവർ, ഇനിയിപ്പോൾ ഇന്നത്തെ അൻവർ ആയിരിക്കില്ല നാളത്തെ അൻവർ. അപ്പം അൻവറിനെയൊന്നും വിശ്വസിച്ചിട്ട് ഈ നിലമ്പൂരിലെ ഒരാളും അതിന് പിന്നിൽ അണിനിരക്കുന്ന പ്രശ്നമില്ല. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അൻവർ പറയുന്ന വാക്ക്, അത് തിരുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിലയിരുത്തിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നിലമ്പൂര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ചരിത്ര വിജയം ഇടതുപക്ഷം ആവർത്തിക്കും എന്നുള്ളതാണ്. അത് നിലമ്പൂരിലെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, കേരളത്തിലെ ആകെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഭരണ സംവിധാനം തുടരണം എന്നതിനും ആ ഭരണ സംവിധാനത്തിന് ഇവിടെ ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന അംഗീകാരമായിട്ടും ഇത് വരും എന്ന കാര്യത്തിൽ സർക്കാരിനുള്ള മാർക്കിടലാണ്, വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്താണോ നിങ്ങൾ കണക്കാക്കുന്നത്? അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയങ്ങൾക്ക് ഇപ്പോൾ വികസനമായിരിക്കുമല്ലോ പ്രധാനമായും മുൻനിർത്തി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുക, പ്രചാരണത്തിന്റെ മെറ്റീരിയലൊക്കെ തയ്യാറാക്കുക. അപ്പോൾ സർക്കാരിനുള്ള മാർക്കിടൽ പിണറായി സർക്കാരിന്, 2-ാം സർക്കാരിന് ഇത്ര മാർക്ക് എന്നതിൻ്റെ ഒരു സൂചകമായി മാറുമോ നിലമ്പൂരിലെ ഫലം? അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ വികസനങ്ങളാകെ ഇവിടെ ചർച്ച ചെയ്യും. മാത്രമല്ല, നിലമ്പൂരിൻ്റെ വികസനങ്ങൾ, നിലമ്പൂരിൻ്റെ നേട്ടങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. ഇവിടെ മുൻ MLA ആയിട്ടുള്ള PV അൻവർ തന്നെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നമുക്കറിയാലോ. അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ നാട് ഈ നിലയിലേക്ക് മാറിയത് ഇടതുപക്ഷത്തിൻ്റെ ഭരണമുള്ളത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകം മുൻകൈയെടുത്തുകൊണ്ട് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ഇവിടെ ചെയ്തു തന്നു. അതിനെല്ലാം നേട്ടങ്ങളുടെ വലിയ പട്ടിക തന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയും. ഏതാണ്ട് 2000 കോടി രൂപയിൽ കൂടുതൽ തുക ചെലവഴിച്ചുള്ള വികസന പ്രവർത്തനത്തിന്റെ വിവരങ്ങൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. ഓരോ കാര്യങ്ങൾ സംബന്ധിച്ചും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഇവിടെയുള്ള ജനങ്ങൾ കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.